ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വകുപ്പുകളുടെ ലംഘനമാണെന്ന് കൃത്യമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു. അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അവർ ശുപാർശ ചെയ്യുന്നു. അത് CBI കൊണ്ടും ED കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അല്ല, ഇത് അന്വേഷിക്കേണ്ട ഏജൻസി രണ്ട് ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഒന്ന് CBIക്ക്, കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചാൽ പോരല്ലോ. ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. രണ്ട് സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ CBIക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ, കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈൻഡ്. അപ്പൊ CBIക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. അപ്പൊ CBI ആണ്. മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്താ അന്വേഷിക്കാൻ? അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ? മന്ത്രാലയത്തെക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അല്ല, എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. നേരത്തെ തന്നെ SNC ലാവ്ലിൻ കേസിൽ, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ, ഇതിലെല്ലാം ഇവർ തമ്മിലൊരു ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഈ കേസിലും ഈ മാസപ്പടി കേസിലും കരുവന്നൂർ EDയുടെ അന്വേഷണത്തിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സായാഹ്നം കൂടിയാണ്. ഇവർ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങള് നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് ROCയുടെ സൈറ്റിൽ ഇപ്പോൾ ഇല്ല. ആ റിപ്പോർട്ട് ഉണ്ട്, പക്ഷെ റിപ്പോർട്ടിന്റെ ഹെഡിംഗ് ഉണ്ട്, ഇതിനെതിരായ റിപ്പോർട്ട് എന്നുള്ള ഹെഡിംഗ് ഉണ്ട്, പക്ഷെ അതിലേക്ക് കണ്ടന്റ് ഇല്ല. പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ആളുകളുടെ കയ്യിൽ കിട്ടിയല്ലോ, നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ കിട്ടി. ഇതിപ്പോ രേഖകളിൽ നിന്ന് മാറ്റിയിട്ട് കാര്യം. എക്സാലോജിക്കിനെതിരായ ആരോപണങ്ങളിൽ പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ് ഇപ്പോൾ.